ഓക്കെ, നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ നമ്മളെല്ലാവരും വസിക്കുന്ന ഭൂമിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സൂര്യൻ എന്നുള്ള അകലം എന്ന് പറയുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 കോടി കിലോമീറ്റർ ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഇതാണ് ഭ്രമണകാലം എന്ന് വെച്ചാൽ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. അതുപോലെ തന്നെ ഭൂമി സൂര്യനെ വലം വയ്ക്കുവാൻ പരിക്രമണത്തിനെടുക്കുന്ന സമയം, ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. ഭ്രമണ വേഗത എന്ന് പറയുന്നത് 1650 കിലോമീറ്റർ പെർ അവർ ആണ്. എത്രയാണ്? 1650. പരിക്രമണ വേഗത എന്ന് പറയുന്നത് 29.72 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ്. ദാണ്ട് ഇത് PSC പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. അപ്പോൾ ഭൂമധ്യരേഖ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ മധ്യത്തിലെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 40,091 കിലോമീറ്റർ ആണ്. അതുപോലെ ഭൂമിയുടെ മധ്യത്തിലെ വ്യാസം എത്രയാണ്, ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 12,756 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖ വ്യാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ധ്രുവീയ വ്യാസം എത്രയാണ്, ധ്രുവപ്രദേശങ്ങളിലെ വ്യാസം എത്രയാണെന്ന് ചോദിക്കും. അത് 12,713 കിലോമീറ്റർ ആണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതല ഊഷ്മാവ് 16 ഡിഗ്രിയാണ് PSC ചോദിച്ചുള്ളത്. പക്ഷേ ഇപ്പോൾ സ്കൂൾ പുസ്തകങ്ങളിൽ കിടക്കുന്നത് 14 ഡിഗ്രി എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. അത് നിങ്ങളുടെ യുക്തി പോലെ എഴുതുക. 16 ഓപ്ഷനിലുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുക. രണ്ടും കൂടെ ഓപ്ഷൻ വരാൻ സാധ്യത കുറവായിരിക്കും. ഭൂമിയുടെ ഏജ്, പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 460 കോടി വർഷമാണ്. നമ്മുടെ സൂര്യൻ്റെ പ്രായം എത്രയാണ്? ഇത് തന്നെയാണ് പറയുന്നത്, 460 കോടി വർഷം. ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ജിയോയിഡ്, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു പേരും ഒബ്ലേറ്റ് സ്പിറോയിഡ്. എന്താണ് ഒബ്ലേറ്റ് സ്പിറോയിഡ്? ഇതാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ജീവമണ്ഡലമുള്ള ഏക ഗ്രഹം അല്ലെങ്കിൽ ജീവജാലങ്ങൾ കാണപ്പെടുന്ന ഏക ഗ്രഹം എന്നും ഭൂമിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ പല ഗ്രഹങ്ങളിലും ജീവജാലങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പഠിച്ചു വെച്ചേക്കുന്ന സാധനം, നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവജാലങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ നമുക്കറിയാം നീലഗ്രഹം, ഭൂമി അറിയപ്പെടുന്ന നീലഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി പ്രധാനമായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ വിമാനങ്ങളിലൊക്കെ ഭൂമി പ്രധാനമായിട്ടും നീല കളറിലാണ് കാണുന്നത്. എന്താ? ഭൂരിഭാഗം എന്താണ്? ഭൂമിയിൽ വെള്ളമാണ്. ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹം, സാന്ദ്രത ഏറ്റവും കൂടുതൽ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. 2ാം സ്ഥാനം ബുധനാണ്. സാന്ദ്രത ഏറ്റവും കുറവ് ആർക്കാണ്? ശനിയാണ്. അതുപോലെ നമ്മൾ അന്തർഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ എന്താണ്? ഭൂമിയാണ്. അപ്പോൾ പേരിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഭൂമിയാണ്. ജലം, നമുക്കറിയാം ഭൂമിയിൽ 3/2 ഭാഗവും എന്താണ്? ജലമാണ്. അതുകൊണ്ട് നമുക്കറിയാം ജലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമി. എന്നാൽ ജലനക്ഷത്രം നമ്മൾ പറഞ്ഞു ഏതാണ്? ബുധനാണ്. എന്നാൽ ജലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? പ്രോക്സിമ സെഞ്ചുറിയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണെങ്കിൽ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താണ്? ചന്ദ്രനാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ ടെലൂറിയമാണ്. ഏതാണ്? ടെലൂറിയമാണ്. അതുപോലെ തന്നെ ടെറ എന്ന് അറിയപ്പെടുന്ന ഗ്രഹം എന്താണ്? ടെറ എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട മൂലകം ചോദിച്ചാൽ സെലിനിയമാണ്. സൂര്യനുമായി ബന്ധപ്പെട്ട മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹീലിയമാണ്. ഏതാണ്? ഹീലിയമാണ്. ഭൗമദിനം നമുക്കറിയാം ഏപ്രിൽ 22. എന്താണ്? ഏപ്രിൽ 22 എർത്ത് ഡേ. ഏപ്രിൽ 21, ഏപ്രിൽ 22, 23, ഏപ്രിൽ 21 സിവിൽ സർവീസ് ഡേ ആണ്. ഏപ്രിൽ 22 എർത്ത് ഡേ. ഏപ്രിൽ 21 ബുക്ക് ഡേ ആണ്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ഡേ ആണ്. ഇത് 4 PSC പരീക്ഷകൾ ചോദിച്ചുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപം രേഖപ്പെടുത്തിയ സ്ഥലമാണ് എലാസീസിയ എന്ന് പറയുന്ന സ്ഥലമാണ്, ലിബിയ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് താപം രേഖപ്പെടുത്തിയ പ്രദേശമാണ് അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലം. താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. എന്നാൽ ഉയർന്ന താപനിലയാകുമ്പോൾ എന്താണ്? പൈറോമീറ്ററാണ്. താഴ്ന്ന താപനിലയാകുമ്പോൾ എന്താണ്? ക്രയോമീറ്ററാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന 1-2 പോയിന്റുകളാണ്. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ടെലൂറിയം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് അലാസീസിയ എന്ന് പറയുന്ന സ്ഥലമാണ്, ലിബിയയിലാണ്. നമ്മൾ പറഞ്ഞു 57.7 ഡിഗ്രിയാണ്. ഭൂമിയിൽ ഏറ്റവും ചൂട് കുറഞ്ഞ പ്രദേശമാണ് വോസ്റ്റോക്ക് സ്റ്റേഷൻ, -89 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ആകൃതിയുടെ പേരാണ് ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്നത്. എന്താണ്? ജിയോയിഡ് ഷേപ്പാണ്. ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്നതാണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്.
നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ എത്ര ശതമാനം നൈട്രജൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 78% നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 78.0088% ആണ്. 78% അല്ലെങ്കിൽ 78.088% ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ 21% എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ 20.949% എൻ്റെ ആപ്റ്റായിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ ആർഗൺ എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ 0.93% ആണ്. 0.9 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള വാല്യൂ ആണ് 0.93% എന്ന് പറഞ്ഞാൽ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചോദിക്കും. 0.03% ആണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചാരാണ്? ജോസഫ് ബ്ലാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് 0.03% ആണ്. നമുക്കറിയാം കാലാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഈ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം എന്നൊക്കെ ചോദിക്കാം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയാണെന്ന് ചോദിച്ചാൽ ജോസഫ് ബ്ലാക്ക് ആണ്. കാരണം കാർബോജൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ചേർന്ന ഒരു സംഭവമാണ്. നമ്മുടെ കൃത്രിമ ശ്വാസം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കാർബോജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ്. എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പരീക്ഷകൾ അങ്ങനെ ചോദിച്ച് കണ്ടില്ല. നിയോൺ എത്ര ശതമാനം അന്തരീക്ഷം എന്ന് ചോദിച്ചാൽ 0.0018% ആണ്. ഹീലിയം എത്രയാണെന്ന് ചോദിച്ചാൽ 0.0005% ആണ് ഹീലിയം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ.